എല്ലാവർക്കും നമസ്കാരം. മഹാകുംഭമേള യാത്ര ഇന്ന് രണ്ടാമത്തെ ദിവസം. നേരം വെളുത്തു. ട്രെയിൻ വളരെ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊങ്കൺ പാതയിലൂടെയാണ് പോണത്. വളരെ അത്ഭുതം തോന്നിക്കുകയാണ്. കൊങ്കൺ പാതയുടെ ഉള്ളിലൂടെ, തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നു. നിരവധി തുരങ്കങ്ങൾ വഴി കടന്നുപോയി. ഈ യാത്രയിൽ കുംഭമേളയെ പറ്റിയുള്ളൊരു സാമാന്യ വിവരണം ആവാം എന്ന് വിചാരിക്കുകയാണ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. 12 വർഷത്തിൽ നടക്കുന്നതിനെ പൂർണ്ണ കുംഭമേള എന്ന് പറയും. 6 വർഷത്തിൽ നടക്കുന്നതിന് അർദ്ധ കുംഭമേള എന്ന് പറയും. അതുപോലെ 12 കുംഭമേളകൾക്ക് ശേഷം വരുന്നതാണ് 144 വർഷത്തിലൊരിക്കൽ വരുന്ന കുംഭമേളയാണ് മഹാകുംഭമേള. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നത്. ആ മഹാകുംഭമേളയാണ് 2025 നടക്കുന്നത്. ഇത് പ്രയാഗ്രാജിലാണ്. ശരിക്കും കുംഭമേള നടക്കുന്നത് 4 സ്ഥലങ്ങളിലാണ്. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്, ഇങ്ങനെയുള്ള 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുക. ഈ ഒരു കുംഭമേള മഹാകുംഭമേളയാണ്. ശ്രീമദ് ഭാഗവതം, അതുപോലെ വിഷ്ണു പുരാണം പോലെയുള്ള ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കാനായി നടത്തിയ പാലാഴി മഥനവുമായാണ് കുംഭമേളയെ ബന്ധിപ്പിച്ചിട്ടുള്ള കഥകളൊക്കെ ഉള്ളത്. ഗരുഡൻ വഹിച്ചിരുന്ന അമൃതകുംഭത്തിൽ നിന്ന് പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിൽ ദേവന്മാർക്ക് നിത്യയൗവനം പ്രദാനം ചെയ്യുന്ന അമൃത് തുളുമ്പി വീണു എന്നാണ് വിശ്വാസം. നമ്മുടെ ട്രെയിന് കൊങ്കൺ തുരങ്കത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത്ഭുതം തോന്നുന്നതാണ്. ഇതെല്ലാം മനുഷ്യൻ നിർമ്മിച്ചു തന്നെയാണെന്ന് ആലോചിക്കുമ്പോൾ. വലിയൊരു മല തുരന്ന് എത്ര കിലോമീറ്റർ നീളത്തിലാണെന്നറിയോ ഈ ഒരു പാത? ശരിക്കും അത്ഭുതം തോന്നും. ആ തുരങ്കത്തുനിന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വലിയ വലിയ പാലങ്ങളിലൂടെയാണ് പിന്നീട് റെയിൽവേ പാളങ്ങൾ പോണത്. ഇത്രയേറെ ആളുകളെയും വഹിച്ചുകൊണ്ടുള്ള ഈ ഒരു ട്രെയിൻ, ഈ ഒരു മനുഷ്യൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. പിന്നെ യാത്രയിൽ കണ്ടൊരു വളരെ ഒരു ആശ്ചര്യം തോന്നിയൊരു കാര്യം, ആശ്ചര്യമല്ല, പ്രതീക്ഷിച്ചിരുന്നു. കേരളം വിട്ട് കഴിഞ്ഞാൽ സ്റ്റേഷനുകളിലൊക്കെ പഴങ്ങൾ ഒക്കെ കിട്ടാനുണ്ട്. അതാണ് ഇവിടെ കണ്ടത്. നമ്മുടെ നാട്ടിൽ പഴങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ പഴം, അതുപോലെ തന്നെ കുക്കുംബർ, പല സംഗതികളും പോഷക ഗുണമുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ട്രെയിൻ ഏകദേശം പനവേൽ കഴിഞ്ഞു. നല്ല തിരക്കാണ്. ഇവിടെ ട്രെയിനിലൊരു സ്ത്രീയുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കച്ചവടക്കാരും അതുപോലെ ഭിക്ഷാം ദേഹികളായിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിത്യ കാഴ്ചകളാണ് ട്രെയിനിൽ. എന്തായാലും ഈ ഒരു കുംഭമേള കോടിക്കണക്കിന് ജനങ്ങളാണ് ഇപ്രാവശ്യം കുംഭമേളയ്ക്ക് വന്നത്. ലോക ശ്രദ്ധയെ തന്നെ ആകർഷിച്ചു. നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിന് 5000 കോടി രൂപയും സംസ്ഥാന സർക്കാർ 2500 കോടി രൂപയും ഈ മഹോത്സവത്തിന് വേണ്ടി ചെലവാക്കുന്നു എന്നാണ് പറയുന്നത്. അത്രയും വലിയ ഒരു സാമ്പത്തിക ചെലവുള്ളതാണ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരു പട്ടണം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സർക്കാരിന് തിരിച്ച് പണവും ഖജനാവിലേക്ക് വരുന്നുണ്ട് പല മേഖലകളിലൂടെ. ട്രെയിനിൽ വളരെയധികം തിരക്ക് കൂടിക്കൂടി വരികയാണ്. ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ ഓരോ സ്റ്റേഷനിൽ നിന്ന് കയറുന്നു. നിങ്ങൾ ഏകദേശം ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്താറായി.
ഇറ്റാർസി എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. ഇറ്റാർസിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ മാറിയിട്ട് വേറെ ട്രെയിനിന് പ്രയാഗ്രാജിലേക്ക് പോകും. ഏകദേശം 2 മണിയാകുമ്പോൾ ആണ് പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിൻ. 1 മണിക്ക് ഞങ്ങളിവിടെ ഇറ്റാർസിയിൽ ഇറങ്ങി. ബാക്കി